സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ ഉടമ്പടി പ്രത്യാശാദായകം. ഗാസ ഇടവക വികാരി ഫാദർ റൊമാനെല്ലി. ഗാസ 15 മാസം നീണ്ട ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് താൽക്കാലികമായി വിരാമം കുറിച്ച വെടിനിർത്തൽ ഉടമ്പടിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഗാസ ഇടവക വികാരിയായ ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലി തങ്ങൾ പ്രാർത്ഥനയിൽ ശരണം വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് പരാമർശിച്ച ഫാദർ റൊമാനെല്ലി തങ്ങൾ 3-4 മണിക്കൂറുകൾ ദേവാലയത്തിൽ ചെലവഴിക്കാറുണ്ടെന്നും ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കേറ്റിന്റെയും മറ്റ് സംഘടനകളുടെയും സഹായത്തോടെ കുടുംബങ്ങൾക്കും ആവശ്യത്തിലിരിക്കുന്ന എല്ലാവർക്കും മുന്നോട്ടും സാധ്യമായതൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞു. നടപടിയിലൂടെ പുതിയ ജീവിതവും പ്രത്യാശയും പകരുന്നുവെങ്കിലും യുദ്ധാനന്തര കാലഘട്ടം ഭീകരമായിരിക്കുന്നുവെന്ന ആശങ്കയും ഫാദർ റൊമാനെല്ലി പ്രകടിപ്പിച്ചു. താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകുമെന്ന വാർത്തയ്ക്ക് ശേഷവും ആക്രമണങ്ങളും മരണങ്ങളും ഉണ്ടായതിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. പ്രതിസന്ധികളിലൂടെ നടുവിലും ദൈവസഹായത്തോടെ ആ പ്രവർത്തനം തങ്ങൾ തുടരുമെന്നും ഫാദർ റൊമാനെല്ലി പറഞ്ഞു. ഗാസയിലെ ഏക കത്തോലിക്ക ഇടവകയായ ഹോളി ഫാമിലി ചർച്ചിലേക്ക് അനുദിനം ഫ്രാൻസിസ് പാപ്പ വിളിക്കുന്നുണ്ടെന്നും അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഗാസയിലെ സായുധ സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് തിരുക്കുടുംബ ദേവാലയത്തിൽ അഭയം തേടിയ ആളുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ഫാദർ റൊമാനെല്ലിയും കൂട്ടരും ചേർത്ത് പിടിച്ചത്. ഗാസ പ്രദേശത്തെ നല്ലൊരു ഭാഗം ക്രൈസ്തവരും ഹോളി ഫാമിലി ദേവാലയത്തിലാണ് അഭയം തേടിയിരിക്കുന്നത്. ആക്രമണങ്ങൾക്ക് മുൻപ് 1000-ലധികം ക്രൈസ്തവർ ഉണ്ടായിരുന്ന പ്രദേശത്ത് നിലവിൽ 700-ൽ താഴെ ക്രൈസ്തവർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതോടെ ഇന്നലെ 3 ഇസ്രയേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.